എല്ലാം നീയേ ശൗരേ, എനിക്കെല്ലാം നീയേ കൃഷ്ണമുരാരേ. തത്തഞ്ചേരി ഇല്ലത്താണ് ഞാൻ. എൻ്റെ അച്ഛൻ ഒരു ഭാഗവതാചാര്യനായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ചെറുതായിട്ട് സംസ്കൃതമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ചെറിയ ഒരു 10-18 വയസ്സ് മുതൽ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് വായിക്കാനൊക്കെ പോയിട്ട് തന്നെ ഭാഗവത പാരായണത്തിന് ഒരു ഭാഗ്യം കിട്ടി. പിന്നെ സ്വാമിജിയായിട്ട് ഒരു 10-18 വർഷം മുമ്പ് തന്നെ ഒരു പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു 15 കൊല്ലത്തിലധികമായെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ വായിക്കണം, ഈ ഭാഗവത ഗ്രാമം ഇത്ര വികസിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വന്നിട്ടൊന്ന് വായിക്കണം. കുറച്ച് അമ്മമാർക്കൊക്കെ ഭാഗവതം പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു വായന അവർക്ക് കൂടി ഈ തരത്തിൽ വായിക്കാനാവണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പം അധിക പ്രസംഗം കൊണ്ടൊന്നല്ല, പക്ഷേ ഞാൻ അതിന് സമ്മതിച്ചില്ല. സമ്മതിച്ചാൽ റെക്കോർഡാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സംസ്കൃതം പഠിക്കാത്തത് കൊണ്ട് അകാര ഉകാരം ഒക്കെ അങ്ങനെ എന്തെങ്കിലും തെറ്റ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതിൽ വലിയ സമ്മതം പറയാനില്ല. എത്രയോ പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ ഇപ്പോഴായിരിക്കും എനിക്ക് അതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിയത്. ഇവിടെ വന്നിട്ട് ഈ അമ്മമാരുടെ ഒക്കെ മുമ്പിൽ ഇരുന്നിട്ട് ഭാഗവത പാരായണം. അപ്പോൾ അതിൽ എന്തെങ്കിലും ചെറിയതെന്നല്ല വലിയ തന്നെ പറ്റൂ. കാരണം നമ്മൾ അങ്ങനെ പഠിച്ചതൊന്നുമല്ല, സംസ്കൃതം ഒട്ടും അറിയാത്തത് കൊണ്ട് എന്തൊക്കെ തെറ്റ് വന്നാലും ഭഗവാന്റെ നാമത്തിൽ എല്ലാവരോടും ആദ്യം തന്നെ ഒരു ക്ഷമ പറയാണ്. എൻ്റെ